بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآله وصحبه الفائزين برضا الله. സ്നേഹമുള്ളവരെ, അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം 7 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ്. മക്ക മുശ്രിക്കുകൾക്ക് തങ്ങളുടെ കോട്ടകൊത്തളങ്ങൾ തകർന്ന് നാമാവശേഷമാകുമോ എന്നുള്ള ഭയം വല്ലാതെ പിടികൂടിയിട്ടുണ്ട്. നബിയെയും സ്വഹാബത്തിനെയും എങ്ങനെയെങ്കിലും വകവരുത്തുക, നശിപ്പിക്കുക, ഇല്ലായ്മ ചെയ്യുക എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ സജീവമായി നടക്കുന്ന ഒരു കാലം. അവസാനമായി അവരെല്ലാവരും കൂടിയെടുത്തൊരു തീരുമാനം നബിയുടെ കുടുംബത്തെ ബനു ഹഷീം, ബനു മുത്തലിബ്, ഈ 2 കുടുംബങ്ങളെയും പൂർണ്ണമായും ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു. ഇത്തഫഖൂ ഫീഹാ അലാ അല്ലാ യുജാലിസൂഹും വലാ യുബായിഉഹും വലാ യതസാവജൂ മിൻഹും ഹത്താ യുസ്ലിമൂ ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയഖ്തുലൂഹു. ബനു ഹാഷിം, ബനു മുത്തലിബ് എന്നീ 2 കുടുംബങ്ങളോട് ഒരുമിച്ചിരിക്കുകയില്ല, കച്ചവട ഇടപാടുകൾ നടത്തുകയില്ല, വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടുകയില്ല, ബന്ധത്തിലേർപ്പെടുകയില്ല, ഇങ്ങനെ തുടങ്ങി. ഇതൊന്നും ചെയ്യൂല. അവർക്ക് ചെയ്യണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലുവാൻ വേണ്ടി അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഇതായിരുന്നു അവരുടെ തീരുമാനം. ഇങ്ങനെ ഒരു കരാറ് അവർ എഴുതി. ആ കരാർ എഴുതിയിട്ട് അവർ പരിശുദ്ധമായ കഅബയുടെ ഉൾവശത്ത് തൂക്കിവെച്ചു. സാമ്പത്തിക ഉപരോധം മാത്രമായിരുന്നില്ല അത്. സാമ്പത്തിക, സാമൂഹിക, മാനുഷികമായ എല്ലാ ഉപരോധങ്ങളും ഏർപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കുടുംബവും പരിശുദ്ധ മക്കയിൽ നിന്ന് മാറി ഷുഐബ് അബി ത്വാലിബിൽ പോയി താമസിക്കേണ്ടി വന്നു. കുടുംബത്ത് മൊത്തത്തിനുള്ള ഉപരോധമാണ്. മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും എല്ലാം ഉൾപ്പെടുന്ന രീതിയിലുള്ള ഉപരോധം എന്ന് പറഞ്ഞാൽ ബഹിഷ്കരണം. ആ ബഹിഷ്കരണം അവർ പൂർണ്ണമായും നടപ്പിൽ വരുത്തി. ഭക്ഷണപാനാദികളെല്ലാം തടഞ്ഞു വെച്ചു. മറ്റു ആവശ്യ വസ്തുക്കളെല്ലാം നിഷേധിച്ചു. അങ്ങനെ ഫഅകലു ഔറാഖ ശജരി വകുല്ല ശൈഇൻ റത്ബിൻ വകാന സുയാഹു സുബിയാനി യുസ്മഉ മിൻ വറാഇ ശഅബി മിൻ ശിദ്ദത്തിൽ ജൂഇ വൽ മഖ്മസ. വൃക്ഷങ്ങളുടെ ഇലകൾ ഭക്ഷിച്ച് തിന്നേണ്ടി വന്നു. പച്ച വസ്തുക്കൾ എന്ത് കിട്ടുന്നുവോ അതൊക്കെ തിന്നുന്ന സാഹചര്യമുണ്ടായി. ആ മലഞ്ചെരുവിൻ്റെ അങ്ങേപ്പുറത്ത് നിന്ന് ചെറിയ കുട്ടികളുടെ ദീനരോധനങ്ങളും മറ്റും കേൾക്കാൻ തുടങ്ങി, വിശപ്പ് സഹിക്കാൻ കഴിയാതെ. എന്നാൽ നുബുവത്തിൻ്റെ 10-ാം വർഷം മുഹറമിൽ ഈ അഥവാ ഉപരോധം ആരംഭിച്ചിട്ട് ബഹിഷ്കരണം ആരംഭിച്ച് 3 വർഷം കഴിഞ്ഞതിനു ശേഷം ഈ ബഹിഷ്കരണ കരാർ ദുർബലപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ ഉണ്ടായി. അന്ന് തന്നെ ആ കരാറിനോട് യോജിപ്പുള്ളവരും വിയോജിപ്പുള്ളവരും ഖുറൈശികൾക്കിടയിൽ ഉണ്ടായിരുന്നു. വിയോജിപ്പുള്ളവരാണ് കരാർ പൊളിക്കുവാൻ മുൻകൈയെടുത്തത്. ബനു ആമിർ ഗോത്രക്കാരനായ ഹിഷാം ഇബ്നു അംർ എന്നും രാത്രി സ്വകാര്യമായി ഭക്ഷണ സാധനങ്ങളുമായി ആ മലഞ്ചെരുവിൽ വരും. അദ്ദേഹം ആ കുടുംബങ്ങൾക്ക് ഭക്ഷണം നൽകും. ഒരു ദിവസം അയാൾ സുഹൈർ ബിൻ അബി ഉമയ്യ എന്നവരുടെ അടുത്തേക്ക് പോയി. അബ്ദുൽ മുത്തലിബിൻ്റെ മകൾ ആത്തിക ബീവിയാണ് സുഹൈറിൻ്റെ മാതാവ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി. എന്നിട്ട് അയാൾ പറഞ്ഞു, യാ സുഹൈർ, അർളീത അൻ തഅകുല അത്അമ വതശ്റബ അശ്ശറാബ് വഅഖ്വാലുക ബിഹൈസു തഅലം. നിനക്ക് തിന്നാനും കുടിക്കാനും സന്തോഷകരമായി ജീവിക്കാനും കഴിയുന്നു. നിന്റെ അമ്മാവന്മാരും നിന്റെ മാതുലന്മാരും കുടുംബാദികളുമൊക്കെ വല്ലാത്ത വിഷമത്തിനും പ്രയാസത്തിലുമാണ്, നിനക്കതറിയില്ലേ? അയാൾ പറഞ്ഞു, വൈഹക് ഫമാ അസ്നഉ വഅന റജുലുൻ വാഹിദ്. നാശം, ഞാനെന്ത് ചെയ്യാനാ? ഞാൻ ഒരാളെയല്ലേ ഉള്ളൂ. അമാ വല്ലാഹി ലൗ കാന മഈ റജുലുൻ ആഖർ ലഖുംതു ഫീ നഖ്ലിഹാ. ഒരാൾ എന്നെ സഹായിക്കാനുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ കരാറ് നശിപ്പിക്കുമായിരുന്നു, ദുർബലപ്പെടുത്തുമായിരുന്നു എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖദ് വജത്ത റജുലൻ, എന്നാൽ ഒരാളെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മൻഹുവ, ആരാണത്? അന, ഞാൻ തന്നെ, ഞാനും റെഡിയാണ് എന്ന്. അപ്പോൾ സുഹൈർ പറഞ്ഞു, എന്നാ ഇബ്ഗിനാ റജുലൻ സാലിസ, മൂന്നാമത്തെ ഒരാളെ അന്വേഷിക്കാം.
മൂന്നാമത്തെ ഒരാളായി മുത്അബ് ബിൻ അദി റളിയല്ലാഹു അൻഹു കിട്ടി. പിന്നീട് അബ്ദുൽ ബഖ്തരി ബിൻ ഹിഷാം, സമഅത്ത് ബിൻ അസ്വദ് എന്നിവരും അവരോടൊപ്പം ചേർന്നു. അങ്ങനെ ഏകദേശം 5 ആളുകൾ ഈ കരാറിന് പൂർണ്ണമായും വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു. കരാർ പൊളിക്കണമെന്നും നശിപ്പിക്കണമെന്നും ബഹിഷ്കരണം ഇല്ലാതെയാക്കണമെന്നും തീരുമാനങ്ങൾ. അവരെ 5 ആളുകളും രാത്രി ഒരുമിച്ച് കൂടി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി. പിറ്റേന്ന് രാവിലെ കഅബ തവാഫ് ചെയ്തുകൊണ്ട് സുഹൈർ പറഞ്ഞു, മക്കക്കാരെല്ലാം അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. യാ അഹ്ല മക്ക അന അക്ലു തുആം വനൽബസു സിയാബ് വബനു ഹാഷിം ഹൽക ലാ യുബാഉ വലാ യുബ്താഉ മിൻഹും വല്ലാഹി ലാ അഖുദു അത്താ തുശഖ ഹാദിഹി സ്വഹീഫത്തുൽ ഖാതിഅത്തുൽ ളാലിമ. മക്കക്കാരെ, നമ്മൾ തിന്നുന്നു, നമ്മൾ കുടിക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ വസ്ത്രം ധരിക്കുന്നു. ബനു ഹാഷിമോ, അവർ വളരെ വിഷമത്തിലും പ്രയാസത്തിലുമല്ലേ, അവർ വളരെ ബുദ്ധിമുട്ടിലല്ലേ, എങ്ങനെ ഇത് സഹിക്കാൻ കഴിയുന്നു? അവർക്ക് കച്ചവട ഏർപ്പാടുകളിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല, മറ്റു സംഗതികളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ കരാറ് നശിപ്പിച്ചിട്ടല്ലാതെ ഞാൻ അടങ്ങുകയില്ല, അയാൾ പറഞ്ഞു. ആ സമയത്ത് ഖുറൈശി പ്രമുഖൻ അബൂജഹല് മക്ക പള്ളിയുടെ മസ്ജിദുൽ ഹറാമിൻ്റെ ഒരു മൂലക്കലിരിക്കുന്നുണ്ട്. കദബുത്ത വല്ലാഹി ലാ തുശഖ്, കഴിയില്ല നിനക്ക് അത് പൊളിക്കാൻ, ആ കരാർ നശിപ്പിക്കാൻ എന്ന്. പക്ഷേ അപ്പോഴേക്കും സുഹൈറിനെ പിന്തുണച്ചുകൊണ്ട് മറ്റു 4 പേരും ഓരോരുത്തരായി സംസാരിച്ചു. രംഗം മോശമാണ് എന്നൊരവസ്ഥ എത്തുകയാണ്. ആ സദസ്സിൽ അന്ന് അബൂ ത്വാലിബും സംബന്ധിച്ചിട്ടുണ്ട്. അബൂ ത്വാലിബ് അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ സഹോദരപുത്രൻ മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ കഅബയുടെ ഉള്ളിൽ എഴുതി വെച്ച ആ കരാർ എല്ലാ ഭാഗങ്ങളും ചെതലരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പേരിൻ്റെ ഭാഗം മാത്രമേ ചെതലരിക്കാത്തുള്ളൂ, ബാക്കിയെല്ലാം ചെതലരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന്. ഫഇൻകാന കാദിബൻ ഖല്ലീന ബൈനകും വബൈനഹു, ഈ പറഞ്ഞ വിഷയത്തിൽ അയാൾ കളവാണ് പറയുന്നത് എങ്കിൽ അയാളെ വിട്ടേക്കൂ, ഞങ്ങളെയും വിട്ടേക്കൂ, ഞങ്ങൾ ഇപ്പോഴുള്ളത് പോലെ തന്നെ കഴിഞ്ഞോളാം. വഇൻകാന സ്വാദിഖൻ റജഅതും അൻ ഖതിഅതിനാ വദുൽമിന, അല്ല അയാൾ പറയുന്നതിൽ സത്യമുണ്ട് എങ്കിൽ, മുഹമ്മദ് പറയുന്നതിൽ സത്യമുണ്ട് എങ്കിൽ ഇനി ഞങ്ങളോടുള്ള ഉപരോധം ഇല്ലാതെയാക്കണം, ബഹിഷ്കരണം ഇല്ലാതെയാക്കണം, ഞങ്ങൾ ആക്രമിക്കുന്നത് ഒഴിവാക്കണം. ഖദ് അൻസഫ്ത, എല്ലാവരും പറഞ്ഞു അതൊരു മാന്യമായ തീരുമാനമാണ്, നമുക്കത് പരിശോധിക്കാം. അങ്ങനെ അവർ പരിശുദ്ധമായ കഅബയുടെ അകത്ത് കയറി ആ കരാർ വലിച്ചു കീറണമെന്ന ഉദ്ദേശത്തോടു കൂടി എടുത്തു. നോക്കുമ്പോൾ ബിസ്മിക്കല്ലാഹുമ്മ എന്ന് എഴുതിയ ഭാഗമല്ലാത്ത മറ്റു ഭാഗങ്ങൾ മുഴുവനും ചെതലരിച്ച് കഴിഞ്ഞിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം സത്യമായി പുലർന്നിരിക്കുകയാണ്. അതോടെ ഖുറൈശികൾ ആ കരാറ് വലിച്ചെറിയുകയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനും കുടുംബത്തിനും ശൈബ് അബി താലിബിൽ നിന്ന് മോചനം കിട്ടുകയും മക്കയിൽ വന്ന് താമസിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നത് ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗം. റസൂലുള്ളാഹി തങ്ങൾ പ്രവചിക്കുകയാണ്, ആ കരാറിലെ മുഴുവൻ ഭാഗങ്ങളും ചിതലരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ബിസ്മിക്കല്ലാഹുമ എന്ന ഭാഗം ഒഴികെ എന്ന്. അത് നിമിഷം തന്നെ സത്യമായി പുലരുന്ന സാഹചര്യം നമ്മൾ കാണുകയും ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.